ഹലോ ഫ്രണ്ട്സ്, ജൂലൈ 21 ചാന്ദ്രദിന ക്യൂസ് LP തലം പാർട്ട് 1. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാം ജീവിക്കുന്ന ഗ്രഹം ഏത്? ഭൂമി. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യൻ. സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട്? 8. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൂര്യൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? 1969 ജൂലൈ 21. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ആകർഷകമായ വലയങ്ങൾ ഉള്ള ഗ്രഹം ശനി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ഇതുവരെയായി ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? 12 പേർ. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് പ്ലൂട്ടോ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ 1. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എജുസാറ്റ്. 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം മംഗൾയാൻ. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരം. നിലവിലെ ISRO ചെയർമാൻ AS കിരൺകുമാർ. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ജീവി ലൈക്ക എന്ന നായ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. പ്രഭാത നക്ഷത്രം, സാഹ്യാന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം ശുക്രൻ. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി. ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷം? 12 വർഷം.